നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ മഴ കനത്ത സാഹചര്യത്തിൽ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി. കണ്ണൂർ സർവകലാശാല തിങ്കളാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത്. അണ്ടത്തോട് കുമാരൻപടി ബീച്ചിൽ നിരവധി തെങ്ങുകൾ കടപുഴകി വീണു. പ്രിയദർശിനി ബീച്ചിൽ 2 കുടിലിലേക്ക് കടൽ കയറി. വീട്ടുകാരെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. പുന്നൂർക്കുളം വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു. കുമാരൻപടി പ്രിയദർശിനി ബീച്ചിലാണ് ഹനീഫ, താഹിറ മാലിക്കുളം, റഹ്മാൻ കൊട്ടിലിങ്ങൽ എന്നിവരുടെ വീടുകളിലേക്ക് കടൽ ഇരച്ചു കയറിയിട്ടുള്ളത്. ഏതു നിമിഷവും വീടുകൾ കടലെടുക്കുമെന്ന നിലയിലാണുള്ളത്. ഞായറാഴ്ച രാത്രി മുതലാണ് വീട്ടിലേക്ക് ശക്തമായ തിരമാലയിൽ വെള്ളം ഇരച്ചു കയറിയത്. സലാം രാമിയുടെ വീടിനും കടൽക്ഷോഭ ഭീഷണിയുണ്ട്. ദൈന മുഹമ്മദ് അലിയുടെ ഓടിട്ട വീടും കാറ്റിൽ തകർന്നിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റും കടലിലേക്ക് മറിഞ്ഞു വീണിട്ടുണ്ട്. ഈ ഭാഗത്തേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അശാസ്ത്രീയമായ കടൽഭിത്തി നിർമ്മാണമാണ് കൂടുതൽ നാശനഷ്ടമുണ്ടാകുവാൻ കാരണമാവുന്നതെന്നാണ് നാട്ടുകാർക്കിടയിലെ ചർച്ചാ വിഷയം. ഇനിയും കൂടുതൽ തെങ്ങുകൾ കടൽക്ഷോഭ ഭീഷണിയിൽ ഏതു നിമിഷവും കടലെടുക്കുമെന്ന അവസ്ഥയിലാണുള്ളത്. പൊതുപ്രവർത്തകൻ റാഫി മാലിക്കുളത്തിന്റെ പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസർ അനിൽ, അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് വീട്ടുകാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ശക്തമായ മഴയിലും കാറ്റിലും മരം വീണ് വീട് തകർന്നു. ആനായ്ക്കൽ സ്വദേശി മേൽവീട്ടിൽ രാജീവിന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. വാർഡ് കൗൺസിലർ ബിനീഷ് സ്ഥലം സന്ദർശിച്ചു. വേലൂർ പഞ്ചായത്ത് 14-ാം വാർഡിൽ പന വീടിന് മുകളിലേക്ക് പൊട്ടി വീണ് വീട് ഭാഗികമായി തകർന്നു. കടവത്ത് പറമ്പിൽ സുജാതയുടെ വീടിന് മുകളിലേക്കാണ് പന പൊട്ടി വീണത്. ഇന്നു രാവിലെയാണ് സംഭവം. വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. ആളപായമില്ല. വാർഡ് മെമ്പർ സ്വപ്ന രാമചന്ദ്രൻ വീട് സന്ദർശിച്ചു. പൊന്നാനി ഗുരുവായൂർ സംസ്ഥാന പാതയിലെ വെള്ളക്കെട്ട് നാട്ടുകാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയാകുന്നു. നായരങ്ങാടി, 3-ാം കല്ല്, പുന്നൂക്കാവ്, വിശ്വഭാരതി കോർണർ എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. വെള്ളം ഒഴുകിപ്പോകാൻ ഓവുചാലില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. വെള്ളക്കെട്ടിൽ പെടാതിരിക്കാൻ റോഡിനൊരു വശം ചേർന്നാണ് വാഹനങ്ങൾ പോകുന്നത്. മറ്റു ഭാഗത്തു നിന്നും ഇതേ ദിശയിൽ വാഹനങ്ങൾ വരുന്നത് അപകടത്തിനും ഇടയാക്കുന്നുണ്ട്. കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. റോഡരികിലെ വെള്ളക്കെട്ട് കാരണമുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടിയുണ്ടാകണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. എരുമപ്പെട്ടി കുട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാലയുടെ പ്രവർത്തനോദ്ഘാടനം ആലത്തൂർ MP K രാധാകൃഷ്ണൻ നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് സോമൻ കളരിക്കൽ അധ്യക്ഷനായി. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കലാഭവൻ സലീം വിശിഷ്ടാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, വായനശാല രക്ഷാധികാരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് വത്സൻ പാറന്നൂർ, സെക്രട്ടറി NB ബിജു, KA ശശിധരൻ, K രാജേഷ് കുമാർ, വിമലേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വിളക്കുപാട്ട് സംഘത്തിന്റെ ഗുരുനാഥൻ സതീശൻ ചെറുകുന്നത്ത്, സംഗീത വിദ്യാലയം അധ്യാപിക ജലജ ചാക്യാർ, വായനശാലയ്ക്കായി ശില്പം രൂപകൽപ്പന ചെയ്ത വിനേഷ് കുട്ടഞ്ചേരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. നാടക പ്രവർത്തകൻ അഖിലേഷ് തയ്യൂരിന്റെ ലഹരിവിരുദ്ധ നാടകം ഫേസ് അരങ്ങേറി. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. നല്ല കെട്ടിടമുണ്ടാക്കുന്നതിൽ നമുക്കെല്ലാവർക്കും കൂട്ടായി പ്രവർത്തിക്കാം. വ്യക്തിപരമായിട്ട് MP എന്ന നിലയിൽ എന്നെക്കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരവസരത്തിൽ, മഴയില്ലാത്തൊരവസരത്തിൽ കുച്ചിപ്പുടിയുണ്ട്, ഭരതനാട്യമുണ്ട്, മോഹിനിയാട്ടമുണ്ട്. ചില കലോത്സവങ്ങൾ നടക്കുമ്പോഴേ സമ്മാനം കിട്ടാത്ത കുട്ടികളുടെ പേരൻസിന്റെ കരാട്ടയുണ്ട്, കുംഫുണ്ട്, കളരിയുണ്ട്. എങ്ങനെയുണ്ട് കലോത്സവം? അപ്പോൾ ഒരു കലഹമില്ലാതെ നല്ല ഉത്സവമായി തീരത്തെ ഈ വായനശാലയുടെ ഉദ്ഘാടനം എന്ന് ഞാൻ ആശംസിക്കുന്നു. കടവല്ലൂർ കല്ലുംപുറത്ത് യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലുംപുറം ചാലിശ്ശേരി റോഡിൽ മേനോത്ത് വളപ്പിൽ ഷാജിയുടെ മകൻ 20 വയസ്സുള്ള അഫ്താബിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കല്ലുംപുറം ചെഗുവേര റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് മൃതദേഹം കണ്ടത്. ബാംഗ്ലൂരിൽ BBAക്ക് പഠിക്കുന്ന അഫ്താബ് അവധിക്ക് വീട്ടിൽ വന്നതാണ്.
കുന്നംകുളത്തു നിന്നും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഞായറാഴ്ച 8 മണി മുതലാണ് അഫ്താബിനെ കാണാതായത്. വിദ്യാർത്ഥികൾക്ക് സന്തോഷവും രക്ഷിതാക്കൾക്ക് ആശ്വാസവുമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 1100 വിദ്യാർത്ഥികൾക്കാണ് സ്നേഹപൂർവ്വം കൂട്ടുകാർക്ക് പദ്ധതിയിലൂടെ സ്നേഹത്തിന്റെ കൈത്താങ്ങായത്. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ കുന്നംകുളത്തെ ഒരു നഗരത്തിലൊന്നുമല്ലാത്ത ഒരു ചെറിയ കുന്നംകുളം നഗരത്തിൽ നിന്ന് നീങ്ങിയിട്ടുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ പട്ടണത്തിൻ്റെ തിരക്കൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ഒരു പലചരക്ക് കടയിൽ ദിവസം 300 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു ചേച്ചി മുതൽ ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മോർ യൂലിയോസ് മെത്രാപ്പോലീത്ത ഉൾപ്പെടെ കാണിപ്പയ്യൂർ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ കുന്നംകുളത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായ ഒരു വലിയ കൂട്ടമായി ഈ സംഘടനയെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനത്തോടു കൂടി നിങ്ങളുമായി പങ്കുവെക്കുക. കുന്നംകുളം പ്രദേശത്തെ വിവിധ സ്കൂളുകളിലെ അധ്യാപകർ തെരഞ്ഞെടുത്ത അർഹതയുള്ള 1100 വിദ്യാർത്ഥികൾക്ക് പുതിയ ബാഗും നോട്ട് പുസ്തകങ്ങളും സമ്മാനിക്കുന്നതാണ് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്നേഹപൂർവ്വം കൂട്ടുകാർക്ക് പദ്ധതി. പുതിയതായി സ്കൂളിൽ പോകുന്നതിനായി തയ്യാറെടുക്കുന്ന കുരുന്നുകളും വിശിഷ്ടാതിഥികളും ചേർന്നാണ് ചടങ്ങിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഭദ്രദീപം തെളിയിച്ചത്. തുടർന്ന് പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലയിലുള്ള ഇത്രയും തൽക്കാലം നമുക്ക് നിർത്താം. എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് നിങ്ങളോട് ആശംസിക്കാനാണ് നിങ്ങളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഇവിടെ തരുന്ന ബാഗ്. നിങ്ങളുടെ ഈ യാത്രയ്ക്ക് ഞങ്ങൾ നൽകുന്ന ഒരു എന്തായാലും പറയാ ആശംസ, ഒരു അനുഗ്രഹം, ആ വിധത്തിൽ അത് സ്വീകരിക്കുവാൻ നിങ്ങൾക്കിടയാണ്. നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റാം മോഹൻ പാലിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ കുന്നംകുളം സ്വദേശിനിയുമായ AK അജിതകുമാരിയെ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ആദരിച്ചു. കുന്നംകുളം AEO മൊയ്തീൻ, PG ജയപ്രകാശ്, അഡ്വക്കേറ്റ് CB രാജീവ്, അഡ്വക്കേറ്റ് സോഫിയ ശ്രീജിത്ത്, ഷമീർ ഇഞ്ചിക്കലയിൽ, സക്കറിയ ചീരൻ, ജിനാഷ് തെക്കേക്കര, CK അപ്പുമോൻ, G സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. പാറയമ്പാടം സെന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയത്തിൽ ഇടവക ദിനം ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ പോൾ അറക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഫാദർ തോമസ് ചുണ്ടൽ നിർവഹിച്ചു. ഫാത്തിമ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ലിറ്റിൽ മേരി, ഫൊറോന കൗൺസിൽ സെക്രട്ടറി MT പോൾസൺ, ഇടവക കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോസഫ് വാഴപ്പള്ളി, വിശ്വാസ പരിശീലന പ്രിൻസിപ്പൽ ലിജോ ജോസഫ്, ഇടവക ട്രസ്റ്റി പോൾ മണ്ടുമ്പാൽ, സജി മഞ്ഞളി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഇടവകയിലെ വിവിധ യൂണിറ്റുകൾ അവതരിപ്പിച്ച കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചൂണ്ടൽ പൂലോത്ത് ഫാമിലി അസോസിയേഷന്റെ 14ാം വാർഷികം ആഘോഷിച്ചു. കുന്നംകുളം ഓറിസൺ കോംപ്ലക്സിൽ നടന്ന വാർഷികാഘോഷം കേരള സാഹിത്യ അക്കാദമി ബോർഡംഗം കവി രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് P ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P ജനാർദ്ദനൻ റിപ്പോർട്ടും ട്രഷറർ P വിജേഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഭാനുമതി ശിവശങ്കരൻ, C നാരായണൻ, നിഷ നവീൻകുമാർ എന്നിവർ സംസാരിച്ചു. കലാകായിക വിദ്യാഭ്യാസ രംഗത്ത് വിജയം നേടിയവരെയും 75 വയസ്സ് പൂർത്തീകരിച്ചവരെയും ആദരിച്ചു. സംഘടനാ ഭാരവാഹികൾ നേതൃത്വം നൽകി. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. രണ്ടര പതിറ്റാണ്ടിനപ്പുറം കുന്നംകുളത്ത് മണികണ്ഠന്റെ കുട നന്നാക്കുന്ന പണി വേറിട്ട കാഴ്ചയാകുന്നു.
മണികണ്ഠനും കൂടെയുള്ള 4 പേർക്കും മഴ പെയ്താലാണ് ജോലി തിരക്ക്. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് സമീപം വഴിയോരത്ത് നെല്ലുവായി മുരിങ്ങാത്തേരി സ്വദേശി 47-കാരൻ മണികണ്ഠൻ കഴിഞ്ഞ 26 വർഷമായി പരമ്പരാഗത കുടപണിയിൽ വ്യാപൃതനാണ്. ചെറുപ്രായത്തിൽ പിതാവിൽ നിന്നാണ് മണികണ്ഠൻ കുട നന്നാക്കുന്ന തൊഴിൽ പഠിച്ചത്. വലിയ കുടയ്ക്ക് കീഴിൽ ഇരുന്നുള്ള പണികൾ രാവിലെ 8-ന് തുടങ്ങും. കഴിഞ്ഞ 15 വർഷത്തിലധികമായി കണ്ണൻ, രഞ്ജു, ലക്ഷ്മണൻ, രതീഷ് ഉൾപ്പെടെ 5 പേർ കുട നന്നാക്കുവാനായി കുന്നംകുളത്ത് സജീവമാണ്. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി എത്തിയ ശക്തമായ മഴയിൽ കേടുവന്ന കുടയുടെ പണികൾ കുറച്ചധികമായി ലഭിച്ചെങ്കിലും സ്കൂൾ തുറന്നാലാണ് പണികൾ കൂടുതലാവുക പതിവെന്ന് മണികണ്ഠൻ പറഞ്ഞു. വർഷങ്ങൾ പിന്നിടുമ്പോൾ നിറവും രൂപവും മാറിയ നിരവധി കുടകളാണ് മണികണ്ഠന്റെ കൈകൾ വഴി ജീവൻ ലഭിച്ചിട്ടുള്ളത്. കമ്പനികൾ ഉണ്ടാക്കിയതിലും മികച്ച കുടയാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് കുടപ്പണിയിൽ ഇവരെ മികച്ചവരാക്കുന്നത്. അതേസമയം വില കുറഞ്ഞ പ്ലാസ്റ്റിക് റെയിൻകോട്ടുകളുടെ ഉപയോഗം പണിയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. പുതിയതിനു പകരം പഴയതിനു ജീവൻ നൽകുന്ന കുടയുടെ പുനർനിർമ്മാണം 4 മാസമാണ് നീണ്ടു നിൽക്കുന്നത്. ബാക്കിയുള്ള മാസങ്ങളിൽ ഉത്സവ പറമ്പുകളിൽ കച്ചവടവുമായി സജീവമാകും ഇവർ. വേലൂർ ജീവജ്വാല അക്കാദമി ഓഫ് ആർട്സ് 4 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ടാലന്റ് ഹണ്ട് കുട്ടികൾക്കായുള്ള വ്യക്തിത്വ നൈപുണ്യ വികസന ശില്പശാല ആര്യമ്പാടം സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. ക്യാമ്പ് കോർഡിനേറ്റർ KV ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ ശില്പശാലയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കലാമണ്ഡലം പ്രൊഫസർ ഡോക്ടർ രജിത രവി മുഖ്യാതിഥിയായി. ബോധവൽക്കരണ ക്ലാസുകൾ, പ്രകൃതി പഠനയാത്രകൾ, സ്വയം സംരക്ഷണ മാർഗങ്ങൾ, കലാപരിപാടികൾ എന്നിവ ഉണ്ടായി. അക്കാദമി അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ B. ജീവ റോസ്, സിനിമാ സംവിധായകൻ സന്തോഷ് കല്ലാറ്റ്, നോവലിസ്റ്റ് ജോസെ ലിയോൺസ്, സിനിമാ നടൻ ജോൺ ക്ലാരനെറ്റ്, ക്യാമ്പ് ഡയറക്ടർ ബിഞ്ചു ജേക്കബ്, ചീഫ് ഗ്രൂമർ പ്രേം പ്രകാശ് ലൂയിസ് തുടങ്ങിയവർ സംസാരിച്ചു. മണത്തല സൗത്ത് മരണാനന്തര സഹായ സമിതി 42ാം വാർഷിക പൊതുയോഗവും N. വിദ്യാസാഗരൻ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. കൂർക്കപ്പറമ്പിൽ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MG ജയരാജ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗങ്ങളായ മുള്ളത്ത് കുഞ്ഞിമോൻ, കാർത്തിയായനി എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാസാഗരൻ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് മധു നേടിയെടുത്ത് NV വിനി, KS ചിത്ര എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സെക്രട്ടറി EC രാജേഷ് റിപ്പോർട്ടും ട്രഷറർ KK സുരേഷ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. PM മനോജ്, രാജൻ കുറുമ്പൂർ, ശൈലജ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 8ാം വാർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന 400 വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ MV ധനീഷ് അധ്യക്ഷനായി. കുന്നംകുളം റേഞ്ച് എക്സൈസ് ഉദ്യോഗസ്ഥനായ ഗണേശൻ പിള്ള ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി. ചടങ്ങിൽ SSLC പരീക്ഷാ വിജയികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. വെള്ളറക്കാട് വിവേകസാഗരം UP സ്കൂൾ പ്രധാനാധ്യാപിക വിജയശ്രീ മുഖ്യാതിഥിയായി. നവീൻ, കൃഷ്ണപ്രസാദ്, ശരത്, ദിലീപ്, മിഥുൻ രാജ്, മണികണ്ഠൻ, ബിജേഷ്, വൈശാഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഇടവകയിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ആദരം 2025 പരിപാടി സംഘടിപ്പിച്ചു. പഴഞ്ഞി മാർ ഡയനേഷ്യസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ തോമസ് മാത്യു ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ VM സാമുവേൽ അധ്യക്ഷനായി. ഇടവകയിലെ കലാകായിക സാഹിത്യ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അംഗങ്ങളെയും യൂണിവേഴ്സിറ്റി ഡിഗ്രി തലത്തിൽ റാങ്കുകൾ കരസ്ഥമാക്കിയവർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് നേടിയവർ, ദേവാലയത്തിന്റെ സോഷ്യൽ മീഡിയ പ്രൊമോട്ടർമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ലഘുഭക്ഷണ വിതരണവുമുണ്ടായി. വികാരി ഫാദർ VM സാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, ട്രസ്റ്റി PV ഷാജു, സെക്രട്ടറി ബിനു CK എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. കേരകൃഷി സംരക്ഷണത്തിനായി ലോകബാങ്ക് നൽകിയ 139 കോടി രൂപ വകമാറ്റി ചെലവഴിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയും നെൽകർഷകരോട് സർക്കാരിന്റെ കടുത്ത അവഗണനയ്ക്കെതിരെയും കർഷക കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന കൃഷിമന്ത്രി രാജിവെക്കുക എന്ന ആവശ്യമുന്നയിച്ചു നടത്തിയ ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MS സുധീഷ് അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി MO ചാക്കോച്ചൻ, സംസ്ഥാന കമ്മിറ്റി അംഗം TN നമ്പീശൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, ചന്ദ്രപ്രകാശ് ഇടമന, വിനോദിനി പാലക്കൽ, NK കബീർ, K ഗോവിന്ദൻകുട്ടി, MC ഐജു, റീന വർഗീസ്, KK ജോസഫ്, MK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു.
വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ശുചീകരണം നടത്തി. പ്രസിഡന്റ് EK മിനി, സെക്രട്ടറി ഷൗക്കത്ത് കടങ്ങോട്, ശുചീകരണ പ്രവർത്തനങ്ങളുടെ കൺവീനർ റഷീദ് എരുമപ്പെട്ടി എന്നിവർ നേതൃത്വം നൽകി. വൈസ് പ്രസിഡന്റുമാരായ അക്ബർ അലി, KR രാധിക, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കാളികളായി. അണ്ടത്തോട് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാപ്പാളി കുമാരൻപടി മഹല്ല് ക്ലസ്റ്ററിലെ ദാറുസലാം മദ്രസയിൽ വെച്ചു നടന്ന ബോധവൽക്കരണ ക്യാമ്പ് മഹല്ല് സെക്രട്ടറി മായിൻകുട്ടിയുടെ അധ്യക്ഷതയിൽ മഹല്ല് പ്രസിഡന്റ് VK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മേജർ PJ സ്റ്റൈജു ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. മഹല്ല് കമ്മിറ്റി അംഗങ്ങളായ റൌഫ് മാലിക്കുളം, VK യൂസഫ്, KH ആബിദ് തുടങ്ങിയവർ സംസാരിച്ചു. DYFI മുതുവട്ടൂർ വെസ്റ്റ് യൂണിറ്റ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. SSLC, +2 പരീക്ഷാ വിജയികളെയും സംസ്ഥാന തലത്തിൽ അബാക്കസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ പ്രജ്വൽ, 2ാം റാങ്ക് നേടിയ അനുഷ്മ രജീഷ് എന്നിവരെയുമാണ് അനുമോദിച്ചത്. DYFI ചാവക്കാട് മേഖലാ ട്രഷറർ PV നഹാസ്, മേഖലാ കമ്മിറ്റി അംഗം ഷാനിദ് MP, SFI ഏരിയ കമ്മിറ്റി അംഗം സായുജിയ, DYFI മുതുവട്ടൂർ വെസ്റ്റ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി റാഷി, യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിൻഷെയർ പ്ലസ് ഖത്തർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും അനുമോദന യോഗവും നടത്തി. ദോഹയിൽ വെച്ചു നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് മുസ്താഖ് അധ്യക്ഷത വഹിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സംഘടനയുടെ പ്രഥമ സെക്രട്ടറി രാജീവ് P. ദാസിന്റെ മകൻ റിഹാന് ഉപഹാരം നൽകി. സംഘടനാ സെക്രട്ടറി അജ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,950 രൂപ, പവന് 71,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 110 രൂപ. ചരമം: കാണിപ്പയ്യൂർ ഗാന്ധിജി നഗർ പയ്യൂർ വീട്ടിൽ ഗംഗാധരൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. തങ്കമണി ഭാര്യയും ലത, വിഷ്ണു, ദിലീപ്, മുകേഷ് എന്നിവർ മക്കളുമാണ്. ഗുരുവായൂർ ചണയൻ വീട്ടിൽ സത്യൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ തൈക്കാട് റോഡിലെ വീട്ടുവളപ്പിൽ നടന്നു. സുരേഖ ഭാര്യയും പ്രവീൺ മകനുമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.